ഇനി ഒരു സ്ഥലത്തും ഞാൻ നിന്നെയും കൊണ്ട് പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. സ്വർണത്തിന് വില കുറഞ്ഞെന്ന് പറഞ്ഞോണ്ടല്ല ഞാൻ എടുത്തിയാടി പോയത്. ഇനി എവിടെ പോയാലും നീ ഒറ്റക്ക് പോയാ മതി. അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? അല്ല, എന്റെ കമല് ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? തെറ്റ് മുഴുവൻ ചെയ്തത് ഞാനാണല്ലോ. ഇപ്പോഴെങ്കിലും പണിക്കരേട്ടൻ അത് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. നിന്നെ ഞാനന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞതാ, പണിക്കരേട്ടാ ഈ കല്യാണം കഴിക്കല്ലേ കഴിക്കല്ലേ. പണിക്കരേട്ടന്റെ ഏത് ഫ്രണ്ട് പറഞ്ഞു? ആ പ്രദീപ്. അവന് നിന്നെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. പ്രദീപിന് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ പ്രദീപിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാ പറഞ്ഞത്. ചതിയൻ, ദുഷ്ടൻ. പ്രദീപ് എങ്ങനെ ചതിയനാവും? അവനാണ് നിന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിലേ ഈ കുരിശ് ഞാൻ ചുമക്കേണ്ടി വരില്ലല്ലോ. കുരിശോ? ഞാനോ? എടി, പത്രത്തിന് നീ സ്വർണത്തിന് വില കുറവുണ്ടെന്ന് കാണിച്ചത് കൊണ്ടല്ലേ ഓടിച്ചെന്ന് സ്വർണം വാങ്ങാൻ പോയത്. 10,000 രൂപ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 14,000 രൂപക്കാ വാങ്ങിച്ചത് ഒരു പവൻ സ്വർണം. അയ്യോ, സത്യമായിട്ട് ഞാൻ പേപ്പറിൽ കണ്ടതാ പണിക്കരേട്ടാ. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അങ്ങനെ കൊള്ളത്തില്ലല്ലോ, ഞാൻ കണ്ടതല്ലേ പേപ്പറിൽ. എവിടെ? കണ്ട കിടക്കുന്നു വാണിജ്യം. ദേ കണ്ണ് തുറന്നു നോക്ക്, പവന് 10,000 രൂപ. ശരിയാണല്ലോ എന്റെ പണിക്കരേട്ടാ. അപ്പൊ നമ്മളെ ആ ജ്വല്ലറിക്കാരൻ പറ്റിച്ചതാ ഉറപ്പാ. വിളിച്ച തെറി പറ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ. ഹലോ, ജ്വല്ലറി അല്ലേ? ഇത് ഞാൻ തന്നെയാണ്, പണിക്കര്. ഞാൻ അല്പം മുമ്പ് ഭാര്യയായിട്ട് വന്ന് അല്പം സ്വർണം വാങ്ങിയിരുന്നു. പേപ്പറിൽ വില 10,000 രൂപയാണ്. നിങ്ങൾ 14,000 രൂപ എന്നാ പറഞ്ഞു പവന്. എന്ത്? എന്റെ ഭാര്യ പറഞ്ഞ കേട്ട് തുള്ളരുതെന്നാ? എടോ, എന്റെ ഭാര്യക്ക് ബുദ്ധിയും വിവരവും അറിവും വിവേകവും ഒന്നുമില്ല. പക്ഷേ ഈ സ്വർണത്തിന്റെ കാര്യത്തില് അവക്ക് നല്ല അറിവാ. ശരിക്കും വായിക്കാനല്ലേ? ശരി, ശരിക്കും ഒന്നുകൂടെ പത്രം വായിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ. എന്താ അയാള് പറഞ്ഞത്? അയാള് പറയണേ ഭാര്യ പറയണ കേട്ട് തുള്ളരുതെന്ന്. പിന്നെ ഇന്നത്തെ പത്രം എടുത്ത് ചെക്ക് ചെയ്യാൻ. ഇനി എന്തോ ചെക്ക് ചെയ്യാനാ? നോക്കിയേ, തീയതി കറക്റ്റാ, മാസം കറക്റ്റാ, പിന്നെന്താ പ്രശ്നം? നീ ഈ പത്രം നോക്കിയിട്ടാണ് സ്വർണത്തിന്റെ വില പറഞ്ഞത്? എടി, ഡേറ്റും മാസവും ഒക്കെ കൃത്യാ. പക്ഷെ ഇത് കഴിഞ്ഞ പോലത്തെ പത്രമാടി. ഇന്നത്തെ പത്രം എവിടെ? ഇത് ഇന്നത്തെ പത്രം. ഒരിക്കലും പത്രം വായിക്കാത്ത നീ എന്തിനാടി പത്രം എടുത്തോണ്ട് പോയത്? അത് കൊച്ചുമ്പോ ഞാൻ റിയാലിറ്റി ഷോയുടെ ഫൈനൽ എത്ര മണിക്കാന്ന് നോക്കാൻ കൊണ്ടുപോയതാ. ദൈവമേ, ഈ റിയാലിറ്റി ഷോ കാരണം മനുഷ്യന് എന്തൊക്കെ കഷ്ടപ്പാടുകളാ. എന്തിനും ഏതിനും റിയാലിറ്റി ഷോ. ഇങ്ങനെ പോയാ നമ്മുടെയൊക്കെ മരണം വരെ നമ്മള് റിയാലിറ്റി ഷോ കാണേണ്ടി വരും. മരണം വരെ മാത്രമല്ല, മരണം കഴിഞ്ഞാലും റിയാലിറ്റി ഷോയിൽ നിന്നും ഒരു മോചനവും ഇല്ല. Is it true? Yes.